ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാരണവശാലും ആള് രക്ഷപ്പെടരുത്. CCTV എല്ലാം വർക്കിംഗ് അല്ലേ? ആ ഗേറ്റിനടുത്തുള്ള ഇന്നലെ മുതൽ വർക്കിംഗ് അല്ല സാർ. ബ്ലഡി ഫൂൾ. പോയി അന്വേഷിക്കണോ? സാർ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്താ സാർ? താനാ ഗേറ്റൊക്കെ അടച്ചോ? ആ അടച്ചു. ആ സാറൊന്ന് പോകുന്നില്ലേ? ഓ ഇല്ലടോ, താൻ വയ്ക്കോ. ആ സെക്യൂരിറ്റി സാർ, താനിത് എവിടെ പോയി കിടക്കുമായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു സാർ. എന്തായിരുന്നു? ഈ കോമ്പൗണ്ടിനകത്ത് ആരോ കേറിയിട്ടുണ്ട്. ഇവിടെ ആരും വന്നില്ല സാർ, ഞാൻ നോക്കിയതാ. ആ ടോർച്ചും കെടുക്ക്. ആ താൻ എന്താണോ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ട് നോക്ക് സാർ. സാർ ഇവിടെ ഒന്നും ആരുമില്ല സാർ. ഇതിനകത്ത് ആരോ ഉണ്ട്. ഒരു കാരണവശാലും ആള് രക്ഷപ്പെടരുത്. CCTV എല്ലാം വർക്കിംഗ് അല്ലേ? ആ ഗേറ്റിനടുത്തുള്ള ഇന്നലെ മുതൽ വർക്കിംഗ് അല്ല സാർ. ബ്ലഡി ഫൂൾ. പോയി അന്വേഷിക്കണോ? സാർ നോക്കിക്കൊണ്ട് നിൽക്കുക.
നീ ഇതെന്ത് പണിയാ കാണിച്ചത്? എന്നോട് കാർ പാർക്കിങ്ങിന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് നീ ഇത് എങ്ങോട്ടാ പോയത്? ശ്യാമേ, ഞാൻ കാർ പാർക്കിങ്ങിന്റെ അടുത്ത് ശ്യാമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നതാ ഞാൻ. സോറി വർഷ, ഞാനിത് അറിഞ്ഞില്ല. വർഷം, എന്നും ഇങ്ങനെ വിക്രമിനെ പേടിച്ച് ഒളിച്ചോടാൻ പറ്റില്ല. വിക്രമിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കണ്ടെത്തണം. ശ്യാമേ, എനിക്ക് കുറച്ച് സമയം വേണം. നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. ഈ അസമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയണ്ട. വേണ്ട, ഞാൻ ഓട്ടോയിൽ വന്നോളാം. രാത്രിയാണ്, സൂക്ഷിക്കണം. സാരമില്ല ശ്യാമേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഫോൺ വെച്ചേക്ക്. ഓക്കെ. ഇതാര് പ്രകാശോ? ആഹാ, മനോജും ഉണ്ടല്ലോ. ഇരിക്കിരിക്കി. ഇന്നത്തെ ജോലികളൊക്കെ ഒതുക്കി ഞാൻ വീട്ടിലേക്ക് പോവാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ വന്നത് വക്കീലിന് ബുദ്ധിമുട്ടായോ? ഏയ് നെവർ. കക്ഷികൾ ഏത് പാതിരാത്രിക്ക് വന്നാലും എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നാറില്ല. ഞങ്ങളുടെ കേസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാ ഞങ്ങൾ വന്നത്. ആ കേസിന്റെ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ, ഇനി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കേസ് അല്പം കോംപ്ലിക്കേറ്റഡാ. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക. ദേ, നിങ്ങളുടെ കേസിന്റെ ഫയലായത്. വീട്ടിൽ കൊണ്ടുപോകാൻ എടുത്തു വെച്ചതാ. വീട്ടിലിരുന്ന് ഉറക്കം വിളച്ച് ഫയൽ പഠിക്കണം. ഞങ്ങൾ എല്ലാ പ്രതീക്ഷയും വക്കീൽ സാറിൽ അർപ്പിച്ചിരിക്കുക. കാശിന് ഒത്തിരി അത്യാവശ്യമുണ്ട്. അച്ഛന്റെ വസ്തു വിറ്റ് കാശ് കിട്ടിയിട്ട് വേണം ആവശ്യങ്ങൾ നിറവേറ്റാൻ. ഒട്ടും പേടിക്കണ്ട. വർക്ക്ഷോപ്പ് ഇരിക്കുന്ന വസ്തു നിങ്ങളുടെ പേരിൽ വ്യവസ്ഥ ചെയ്ത് തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ സുധാകര വക്കീൽ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അത് മതി. അമ്മയുടെ പേരിലുള്ള വസ്തുക്കൾ ഭാഗം ചെയ്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് അമ്മയുടെ പേരിൽ ഒരു കേസ് കൂടി ഞങ്ങൾക്ക് തരാനുണ്ട്. അതിന്റെ വക്കാലത്തും വക്കീലിന് തരാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം. വളരെ സന്തോഷം. നമുക്ക് ആ കേസ് നടത്താം. കോടികൾ ആസ്തിയുള്ള കോവിലകത്തെ അംഗമാണ് ഞങ്ങളുടെ അമ്മ ചന്ദ്രികാ വർമ്മ. മാനത്തെ കൊട്ടാ